നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വാർത്തകളും വാർത്താ വിശേഷങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു പോയ വാരം. ഓരോ മഴക്കാലവും നമുക്ക് ഗൃഹാതുരത്വത്തിൻ്റെതാണെങ്കിൽ കടലിൻ്റെ മക്കൾക്ക് അത് ആശങ്കയുടേതും വേവലാതിയുടേതുമാണ്. കടലിനെ കലിയിളകുമ്പോൾ അവരുടെ ഉള്ളിൽ ഭീതിയുടെ മറ്റൊരു കടലിളകും. കാസർഗോഡിന്റെ തീരപ്രദേശങ്ങൾക്ക് ഇത്തവണയും സങ്കടത്തിന്റെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. കടൽ ഇളകിമറിയാൻ തുടങ്ങിയതോടെ കടലിന്റെ മക്കൾ തീർത്തും ദുരിതത്തിലായി മാറിയിരിക്കുന്നു. ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്ക് മുന്നിൽ ബോട്ടുകൾ ഇറക്കാനാവാതെ തൊഴിലാളികൾ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. വൻതോതിൽ പൂഴി കടലെടുത്തതിനെ തുടർന്ന് 30 ആണ്ട് മുമ്പത്തെ കടൽ ഭിത്തിയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ സ്റ്റേജ് മുറി കടലെടുത്തതിന് പിന്നാലെ തൊട്ടപ്പുറത്തുള്ള ഒരു വീടും തകർന്നിരുന്നു. മീൻപിടുത്തത്തിനുള്ള സാമഗ്രികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി കടലിലിറങ്ങാനാവാതെ അർദ്ധപട്ടിണിയിലാണിപ്പോൾ കടലിന്റെ മക്കൾ. വോട്ടിന് ചോദിച്ചു വരുന്ന രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ തങ്ങളുടെ ദുരിതം കാണാൻ വരുന്നില്ലെന്നാണ് അവരുടെ പരാതി. നമ്മൾ ജനിച്ചിട്ട് ഇത്ര വർഷമായിട്ടും ഈ കടൽ ഇങ്ങനെ ശോഭമായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എല്ലാ പാർട്ടിക്കാരും പറയുന്നത് ഞങ്ങൾ വന്നിട്ട് നോക്കാമെന്ന്. ആരും ഒരു തിരിഞ്ഞു നോക്കുന്നുമില്ല. ഞങ്ങൾക്ക് ഈ 2 വർഷം കടൽ എത്ര മാസമായെന്നറിയാം ഞങ്ങൾ പട്ടിനായിട്ട്. ആരും ഞങ്ങളെ ഒരു സഹായിക്കുന്നുമില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കടലിൽ പോകേണ്ട സമയം. ആരും ഒരു തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് ഞങ്ങൾ പട്ടിണിയാണ്. ഞങ്ങൾ കുട്ടികളെല്ലാം എങ്ങനെ ജീവിക്കുന്നെന്ന് ആരും ശ്രദ്ധിക്കുന്നുമില്ല. അവർ വോട്ടിൻ്റെ സമയമാകുമ്പോൾ അത് വന്നിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലാണ്ട് ഒരു ഉപകാരവും ഞങ്ങൾക്ക് ചെയ്യുന്നില്ല. ഫിഷറി സ്കൂൾ മുതൽ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗം വരെയാണ് പഴയ കടൽ ഭിത്തി തെളിഞ്ഞിരിക്കുന്നത്. കടൽ ചാകിരിയായി കനിയേണ്ട മാസത്തിൽ ഒന്ന് കടലിൽ ഇറങ്ങാൻ പോലുമാകാതെ നിൽക്കുന്ന തീരദേശത്തിന്റെ മുഖം സങ്കടക്കടലായി മാറുകയാണ്. എന്ന് തീരും ഈ പാവങ്ങളുടെ ദുരിതം? വോട്ട് ബാങ്ക് മാത്രമായി അവർ മാറുകയാണ്. കുമ്പള ഷിറിയയിൽ ടാങ്കർ ലോറി മറിഞ്ഞത് ആശങ്ക മാത്രമല്ല, ദുരിതം കൂടിയായി മാറി. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ വൈകിയപ്പോൾ ആശുപത്രിയിലേക്കും എയർപോർട്ടിലേക്കുമുള്ള 100 കണക്കിന് യാത്രക്കാർ ശരിക്കും വലഞ്ഞു. മംഗലാപുരത്തു നിന്നും വരികയായിരുന്ന ടാങ്കർ ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ 11:30ഓടെയാണ് അപകടം നടന്നത്. 10 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്കാണ് മറിഞ്ഞത്. ഷിറിയ ക്ഷേത്രത്തിനും പാലത്തിനുമിടയ്ക്കാണ് സംഭവം നടന്നത്. വിവരമറിഞ്ഞ ഉടനെ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു. ടാങ്കർ ലോറിയിൽ നിന്നും വാതക ചോർച്ചയില്ലാത്തത് നാട്ടുകാരിൽ ആശ്വാസത്തിന് വക നൽകിയിട്ടുണ്ട്. അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ ഈ ആശങ്കയാണ് പരസ്പരം പങ്കുവച്ചത്. എന്നാൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായ ഇടപെടൽ ഒരു വൻ ദുരന്തം ഒഴിവാക്കിയെന്ന് വേണം കരുതാൻ. ONGC അധികൃതരെ അപകട വിവരം അറിയിച്ചിട്ടുണ്ട്. പാചകവാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ടാങ്കർ ലോറിയിലുണ്ടായ ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഒരു മുൻകരുതലുമില്ലാതെ ടാങ്കറുകൾ ഇന്ധനവുമായി പാഞ്ഞു പോകുന്നു. വാതക ചോർച്ചയുണ്ടായാൽ നാടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നതിന് ആരും ഉത്തരം പറയുന്നില്ല. ജില്ലാ പഞ്ചായത്തിൽ എന്ത് സംഭവിക്കും? മറ്റെങ്ങുമില്ലാത്ത ആകാംക്ഷയോടെയാണ് ഉദുമ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തു സംഭവിക്കുമെന്നത് തന്നെയാണ് വലിയ ചോദ്യം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് ഈ ഫലം തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ പൊരിഞ്ഞ പോരാട്ടമാണ് ഉദുമയിൽ നടക്കുന്നത്. പാതൂർ കുഞ്ഞാമുഹാജി 6437 വോട്ടുകൾക്ക് ജയിച്ച ഡിവിഷനിൽ ഇത്തവണ UDF ജയം എളുപ്പമാവില്ലെന്നാണ് LDF പറയുന്നതെങ്കിലും പാതൂറിന്റെ മകൻ ഷാനവാസിലൂടെ തങ്ങൾ പാട്ടുംപാടി ജയിക്കുമെന്ന് UDF കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. BJPയും ഒരു കൈ നോക്കാൻ ഇവിടെ രംഗത്തുണ്ട്. N ബാബുരാജാണ് BJP സ്ഥാനാർത്ഥി. LDFിന് വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ മൊയ്തീൻ കുഞ്ഞിക്കണ്ണാട് വീണ്ടും മത്സരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 50,925 വോട്ടുകളിൽ 37,416 വോട്ടുകളാണ് പോളായത്. ഇതിൽ 18,489 വോട്ടുകൾ പാതൂർ കുഞ്ഞാമുഹാജി പെട്ടിയിലാക്കിയപ്പോൾ INLലെ LDF സ്ഥാനാർത്ഥി MA ലത്തീഫിന് 12,052 വോട്ടുകളാണ് കിട്ടിയത്. BJPയുടെ N ബാബുരാജിന് വെറും 6,131 വോട്ടുകൾ മാത്രമായിരുന്നു ലഭിച്ചത്. ഇത്തവണ വിജയം ഇരുമുന്നണികൾക്കും അനിവാര്യമാണ്. സീറ്റ് നഷ്ടപ്പെട്ടാൽ UDFിന് ഭരണം നഷ്ടമാവുകയും LDFിന് ഭരണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇരുമുന്നണികളും. വിജയം സുനിശ്ചിതമാണെന്നും ജനങ്ങൾക്കിടയിൽ തന്റെ പിതാവ് നേടിയെടുത്ത സ്വീകാര്യതയും നാടിന്റെ വികസനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും വിജയം എളുപ്പമാക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ഷാനവാസ് പാതൂർ പറഞ്ഞു. എനിക്ക് നല്ല വിജയപ്രതീക്ഷയാണ്. ഉപ്പ ഒരുപാട് വികസനങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നിവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഇത്ര ദിവസത്തെ പ്രചരണം കൊണ്ട് ജനങ്ങളെ എന്ന് തന്നെ അവർക്കൊരു വിശ്വാസമുണ്ട്, അത് എന്നിലൂടെ സാധിക്കും. അതുകൊണ്ട് നല്ല വിജയപ്രതീക്ഷയാണ്.
നമുക്ക് ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. കോൺഗ്രസ് ലീഗ് ആ ഒരു ഞങ്ങൾ ഘടകകക്ഷികളായിട്ടുള്ള ഞങ്ങൾ UDF ആയിട്ട് വളരെ യോജിപ്പോടുകൂടിയാണ് പോകുന്നുള്ളത്. ഡിവിഷൻ പിടിച്ചെടുക്കുമെന്നും അതുവഴി ഭരണം LDFന്റെ കയ്യിലെത്തുമെന്നും LDF സ്ഥാനാർത്ഥി മൊയ്തീൻ കുഞ്ഞി കള്ളാടും പറഞ്ഞു. ഏതായാലും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇവിടെ വിജയിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൽ. നമ്മളൊക്കെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ളതുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. ഇത്തവണ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നാണ് BJP സ്ഥാനാർത്ഥി ബാബുരാജ് പറയുന്നത്. ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലും വളരെ മികച്ചൊരു വിജയം നേടാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ട് എന്നുള്ളതാണ് BJPയുടെ ഇപ്രാവശ്യത്തെ പ്രതീക്ഷ. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനുമില്ലാത്ത വീറും വാശിയുമാണ് ഇത്തവണ ഉദുമയിൽ അലയടിക്കുന്നത്. ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കട്ടെ, ഫലം എന്തായാലും വരാതിരിക്കില്ലല്ലോ. വികസനമില്ലെന്നേയുള്ളൂ, അവഗണന വേണ്ടുവോളം ഉണ്ടല്ലോ നമ്മുടെ കാസർഗോഡിന്. അതിവേഗ റെയിൽപാതയുടെ ആലോചന വന്നപ്പോഴും കേരളത്തിന്റെ ഭൂപടത്തിൽ കാസർഗോഡ് ഇല്ല. ഇങ്ങനെ വിട്ടുകൊടുക്കാൻ നമ്മുടെ കാസർഗോട്ടെ പിള്ളേര് തയ്യാറല്ല. അവർ സോഷ്യൽ മീഡിയയിൽ പുതിയ പോരാട്ടം നയിക്കുകയാണ്. ജില്ലയോടുള്ള അവഗണന തുടർക്കഥയായതോടെയാണ് സൈബർ ലോകം പ്രതിഷേധവുമായി വാളിലിറങ്ങിയത്. കാസർഗോഡ് കേരളത്തിലല്ലേ എന്ന മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയവർ ഒടുവിൽ പ്രതീകാത്മകമായി കാസർഗോഡിനെ സ്വതന്ത്ര സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സംസ്ഥാനം രൂപീകരിക്കുക മാത്രമല്ല, അനുബന്ധമായുള്ള ജില്ലകളും നിയമസഭാ മണ്ഡലങ്ങളും താലൂക്കുകളുമെല്ലാം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാനഗർ തന്നെയാണ് ആസ്ഥാന മന്ദിരം. 4 ജില്ലകളായി കാസർഗോഡ്, നീലേശ്വരം, മുള്ളേരിയ, മഞ്ചേശ്വരം എന്നിവയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാഞ്ഞങ്ങാടും മഞ്ചേശ്വരവും കാസർഗോഡും ചെറുവത്തൂറും ബദിയടുക്കയും പുതിയ താലൂക്കുകളാണ്. കാസർഗോഡിനെയും കാഞ്ഞങ്ങാടിനെയും കോർപ്പറേഷനുകളാക്കിയപ്പോൾ ചെറുക്കള, ഉപ്പള, നീലേശ്വരം എന്നിവ നഗരസഭകളാണ്. പുതിയ നിയമസഭാ മണ്ഡലങ്ങളായി മഞ്ചേശ്വരം, ബദിയടുക്ക, കാസർഗോഡ്, മുളിയാർ, ഉദുമ, ആദൂർ, കാഞ്ഞങ്ങാട്, ബന്തെടുക്ക, തൃക്കരിപ്പൂർ, നീലേശ്വരം എന്നിവയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 6 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പുറമെ ടൂറിസം കേന്ദ്രങ്ങളും നാഷണൽ ഹൈവേകളും എലിപ്പാടുകളുമെല്ലാം ഏതാണെന്നും സൈബർ ലോകം തീരുമാനിച്ചു കഴിഞ്ഞു. അതിവേഗ റെയിൽവേ പാതയിൽ കാസർഗോഡിനെ അവഗണിച്ചതോടെയാണ് വീണ്ടും പ്രതിഷേധത്തിന് വഴിയൊരുങ്ങിയത്. കാസർഗോഡിനൊരിടം എന്ന പേരിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കി ഫേസ്ബുക്കിലും വാട്സപ്പിലും കാസർഗോഡൻ യുവത്വം പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. വൻ പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നതെന്ന് ഇതിന്റെ പിന്നണി പ്രവർത്തകനായ KPS വിദ്യാനഗർ പറഞ്ഞു. കേരളത്തിൻ്റെ വടക്കേയറ്റമായ കാസർഗോഡ് ജില്ല നേരിടുന്ന അവഗണന ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽവേ പാതയിൽ നിന്നുകൂടി കാസർഗോഡിനെ തഴയുകയുണ്ടായി. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും നിരാശാജനകവും പ്രതിഷേധാർഹവുമായ കാര്യമാണ്. കാസർഗോഡ് ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു പുറമെ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തങ്ങളായ പ്രതിഷേധ വാചകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരശുരാമൻ ആ മഴ ഒന്നുകൂടി എറിയുമോ എന്ന് തുടങ്ങുന്ന സങ്കടപ്പറച്ചിൽ തൊട്ട് ഞങ്ങൾ സർക്കാരിന് നൽകുന്നത് നികുതി പണം തന്നെയാണ്, അല്ലാതെ ചക്കക്കുരുവല്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി പ്രതിഷേധത്തിൽ നിറയുന്നു. ചെറിയ തോതിൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തമായും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ അവഗണന സഹിക്കാനാവാത്തതാണെന്നാണ് KMCC നേതാവ് സലാം കന്യപ്പാടി പ്രതികരിച്ചത്. കാസർഗോഡ് ജില്ലയെ കേരളത്തിൻ്റെ ഭാഗമായി കാണാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറായിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് വിഷയമെടുത്ത് നോക്കിയാലും കാസർഗോഡിനുള്ളൊരു അവഗണന നമുക്ക് കാണാവുന്നതാണ്. മെഡിക്കൽ കോളേജ് വിഷയമാണെങ്കിലും രാജധാനിക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയമാണെങ്കിലും എല്ലാ വിഷയത്തിലും കാസർഗോഡിനോട് വലിയൊരു അവഗണന സർക്കാരുകൾ കാണിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവസാനമായി വന്ന അതിവേഗ റെയിൽപാത പദ്ധതിയിൽ പോലും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ആക്കിക്കൊണ്ട് കാസർഗോഡിനാകെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. #ും വ്യത്യസ്ത ഇമേജുകളുമായി ഫേസ്ബുക്ക് വാളുകളിൽ പ്രതിഷേധം നിറയുമ്പോൾ ഞാനും കാസർഗോട്ടുകാരനാണെന്നും ഞാനും നികുതിപ്പണം നൽകുന്നുണ്ടെന്നുമുള്ള പോരാട്ടത്തിന് ദിനംപ്രതി പിന്തുണ ഏറുകയാണ്. ഇത് നീതീകരിക്കാനാവാത്ത അനീതിയാണെന്ന് പ്രവാസിയായ നിസാമുദ്ദീൻ അബ്ദുൽ ഖാദർ പറഞ്ഞു. നിരാശാജനകമാണ്. ഈ സാഹചര്യത്തിൽ സൈബർ ലോകത്ത് ഞങ്ങളുടെ സമരങ്ങൾ ശക്തമാക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചും സോഷ്യൽ മീഡിയയിൽ സങ്കടം കോരിയിട്ടും കാസർഗോഡിന്റെ യുവത്വം സൈബർ ലോകത്ത് നടത്തുന്ന പോരാട്ടം നാൾക്കുനാൾ ശക്തമാവുകയാണ്. സൈബർ പോരാളികളുടെ സമരങ്ങളൊന്നും അങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല കേട്ടോ.
വികസനത്തിൽ പിന്നിലാണെങ്കിലും അഴിമതിയിൽ നമ്മൾ ഒരുപാട് മുന്നിലുണ്ടല്ലോ. 9 കുഴികളടക്കാൻ 1/4 കോടി രൂപ കരാറ് നൽകിയ നാടാണ് നമ്മുടേത്. MG റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി 9 കുഴികളടക്കാൻ 1/4 കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് തളങ്കര സ്വദേശിയായ ബുർഹാനുദ്ദീനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് തങ്ങൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നതെന്നും ഈ പകലക്കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്നും ബുർഹാനുദ്ദീൻ പറഞ്ഞു. കാസർഗോഡ് വികസനം വരുന്നില്ല എന്നാണ് പറയുന്നത്. കാസർഗോഡ് വികസനം വന്നതൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവാണ്. മഴയത്തും വെയിലത്തും ഒഴുകിപ്പോവാണ് കാസർഗോഡ് വികസനമൊക്കെ. 9 കുഴികൾ അടുക്കാൻ വേണ്ടി 24 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 4 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തു പോയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. 3 മാസമായി PWDയിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിലും കയറി ഇറങ്ങുന്നുണ്ട്. 3 മാസമായി ഇതിൻ്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇത് ഈ ടാറിങ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം PWD കംപ്ലയിൻറ്റ് ചെയ്തതാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ ഈ റോഡിലാണ് നിങ്ങളുടെ ഓഫീസും നിങ്ങൾ ദിവസത്തെ യാത്ര ചെയ്യുന്നതും. ഇതുവരെ തീവട്ടിക്കൊള്ള നടന്ന 24 ലക്ഷം രൂപയുടെ തീവട്ടിക്കൊള്ള നടന്ന നിങ്ങളൊന്ന് പ്രതികരിക്കാത്തത്, നിങ്ങൾക്ക് നാളെ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് തരേണ്ടത്? MG റോഡ് മുതൽ ട്രാഫിക് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പണിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ട് നടത്തിയത്. രാത്രികാലങ്ങളിൽ നടന്ന പ്രവൃത്തിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ഉപയോഗിച്ചത്. കരി ഓയിൽ പോലുള്ള നിലവാരം കുറഞ്ഞ ടാർ ഉപയോഗിച്ച് നടത്തിയ കുഴിയെടുക്കൽ പ്രവൃത്തി അതിവേഗം തകരുകയും ചെയ്തു. തകർന്ന റോഡിൽ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ മാത്രം 9ഓളം ബൈക്ക് യാത്രക്കാർ അപകടത്തിലും പെട്ടു. 24 ലക്ഷം രൂപ എസ്റ്റിമേറ്റുള്ള നഗരപാത കുഴിയെടുക്കാൻ 12 അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് ഉപയോഗിച്ചത്. 9 മണിക്കൂർ കൊണ്ട് പണി പൂർത്തിയാക്കുകയും ചെയ്തു. പൊതുമുതൽ കട്ടുമുടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബുർഹാനും കൂട്ടരും വാട്സപ്പിൽ ഗ്രേറ്റ് ഹിസ്റ്ററി എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അഴിമതിയുടെ പ്രവർത്തനം രഹസ്യമായി നിരീക്ഷിക്കുകയുമായിരുന്നു. ഒടുവിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. ചോദിക്കാനും പറയാനും ആളുണ്ടായല്ലോ, അത് മതി. ഓൺലൈൻ എന്നാൽ വെറും ലൈക്കും കമന്റും മാത്രമല്ല, ഒന്നാന്തരം തട്ടിപ്പിന്റെ കൂടി ലോകമാണ്. ഓൺലൈൻ വഴി മൊബൈൽ ഫോൺ ബുക്ക് ചെയ്ത യുവാവിന് കിട്ടിയത് വെറും തകിട് മാത്രമായിരുന്നു. ഇതൊക്കെയാണ് മോനെ ലോകം. തൈക്കടപ്പുറം റോയൽ ഫർണിച്ചർ ഷോപ്പിലെ തൊഴിലാളിയായ മുഹമ്മദ് അഫ്ജാലിനാണ് ഓൺലൈൻ ഷോപ്പിംഗിലൂടെ ഫോണിനു പകരം ദേവി വിഗ്രഹവും തകിടും ലഭിച്ചത്. ഡൽഹി സ്വദേശിയായ അഫ്ജാൽ 8 വർഷമായി തൈക്കടപ്പുറത്താണ് താമസം. 1 മാസം മുമ്പാണ് സാംസങ് ഗാലക്സി ഫോണിന് ഓർഡർ ചെയ്യുന്നത്. അഫ്ജാലിന്റെ ഫോണിലേക്ക് ഡൽഹി ട്രെൻഡ്സ് മാർക്കറ്റിൽ നിന്നും കോൾ വരികയായിരുന്നു. സാംസങ് ഗാലക്സി ഫോൺ വൻ ഓഫറുമായി 3500 രൂപയ്ക്ക് ലഭ്യമാകുമെന്നായിരുന്നു സന്ദേശം. എൻ്റെ ഫോണിലേക്ക് മിസ് കോൾ അടിച്ചായി, മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ എടുക്കായില്ല ഫോൺ. പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ തിരിച്ചേക്ക് വിളിക്കുകയപ്പോൾ അയാളെ ഫോൺ എടുക്കായി. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സാർ പിറന്നാൾ സമയത്തേക്ക് ഓഫറുണ്ട്, എല്ലാത്തിനും ഇന്ത്യമേ ഓഫറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്ത് സംഭവം നമുക്കറിയില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഗാലക്സി സാംസങ് ഫോണുണ്ട്, 3500 രൂപക്ക് മാത്രം ടാക്സ് കൊടുക്കണം, പൈസ വേറെ ഒന്നും കൊടുക്കണം വേണ്ട. വീട്ടിലേക്ക് മറ്റേ പോസ്റ്റ് ഓഫീസ് നമ്പർ ഞാൻ പിന്നെ കോഡ് കൊടുത്തായി, പോസ്റ്റ് നമ്പർ അഡ്രസ്സ് കൊടുത്തായി. നമ്മളെ ഷോപ്പിന് റോയൽ ഫർണിച്ചർ ഞാൻ അഡ്രസ്സ് ഫുൾ മൊത്തം കൊടുക്കായി. അഡ്രസ്സിന് കേരളത്തിലേക്ക് ഞാൻ 2 നമ്പർ കൊടുത്തായി കൈമേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് രാവിലത്തേക്ക് പോസ്റ്റ് ഓഫീസ് അയാൾ വിളിച്ചായി. അപ്പോൾ അയാൾ പറയും സാധനം വന്നായി ഇവിടത്തേക്ക് വാ, 3500 രൂപ തരണം. പിന്നെ അയാൾ പറഞ്ഞിട്ട് മറ്റേ ഇവിടെ പൊട്ടിക്ക് വേണ്ട, വീട്ടിലേക്ക് പോയി പൊട്ടിക്ക്, അത്രയല്ലോ. അപ്പോൾ ആ വീട്ടിലേക്ക് പൊട്ടിയത് സാധനം കിട്ടിയില്ല, മൊബൈൽ കിട്ടിയില്ല, പിന്നെ സാധനം കിട്ടി. തുടർന്നാണ് 1 മാസം മുൻപ് അഫ്ജൽ ഫോണിന് ബുക്ക് ചെയ്യുന്നത്. തിങ്കളാഴ്ച പോസ്റ്റ് ഓഫീസിലേക്ക് കൊറിയർ എത്തി. തുടർന്ന് നീലേശ്വരം പോസ്റ്റ് ഓഫീസിൽ നിന്ന് 3500 രൂപ കൊടുത്ത് കൊറിയർ വാങ്ങിച്ചു. വീട്ടിലെത്തി കവർ അഴിച്ചപ്പോഴാണ് ഫോണിനു പകരം ദേവി വിഗ്രഹവും തകിടും കണ്ടത്. ഉടൻ തന്നെ നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇത്തരത്തിൽ ജില്ലയിൽ നിന്നും ഓൺലൈൻ ഷോപ്പിംഗ് വഴി പലരും വഞ്ചിതരാകുന്നുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. വൈകിയാണെങ്കിലും സത്യം ജയിക്കാതിരിക്കില്ല. ചെമ്പരിക്ക ഗാസി CM അബ്ദുള്ള മൗലവിയുടെ മരണത്തിലെ ദുരൂഹത പുറത്തുവരുമെന്ന പ്രതീക്ഷകൾ ഏറുന്നു. നീണ്ട സമരത്തിന് പിന്നാലെ കേസ് വാദിക്കുന്ന അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ചെമ്പരിക്കയിൽ എത്തിയത് പ്രതീക്ഷയ്ക്ക് വക നൽകിയിരിക്കുകയാണ്. പ്രമുഖ മതപണ്ഡിതനും ചെമ്പരിക്ക ഗാസിയുമായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കുന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഷഹജൻ ചെമ്പരിക്കയിലും സംഭവസ്ഥലത്തും എത്തി. ഖാസിയുടെ വീട്ടിലും ഖബർസ്ഥാനിലും എത്തിയ അദ്ദേഹം കുടുംബക്കാരോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. പ്രായമായ മൗലവിക്ക് തനിച്ച് ഇത്രയും ദൂരത്തേക്ക് നടന്നെത്താൻ സാധിക്കില്ലെന്ന് അഡ്വക്കേറ്റ് ഷഹജൻ ആക്ഷൻ കമ്മിറ്റി നേതാക്കളോട് പറഞ്ഞു. കേസ് അതീവ ഗൗരവമുള്ളതാണ്. അക്കാര്യം മനസ്സിലാക്കി അതിന്റെ ഗൗരവത്തിൽ തന്നെ ഹൈക്കോടതിയിലും CBI കോടതിയിലും കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു.
2010 ഫെബ്രുവരി 15-നാണ് ചെമ്പരിക്ക ഖാസിയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ ദുരൂഹത ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഖാസിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ചേർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് CBI അന്വേഷിച്ചത്. CBI അന്വേഷണത്തിലും കാര്യമായ ഒരു തെളിവും ലഭിച്ചില്ല. ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുമരച്ചോട്ടിൽ അനിശ്ചിതകാല സമരം നടത്തിയത്. കൊലപാതകമാണെങ്കിൽ ആ കറുത്ത കൈകൾക്ക് അധികകാലം ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല. കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ടെന്നാണ് മന്ത്രി ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്നെ നെല്ലിക്കുന്ന MLA നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജ് ജനകീയ സമരസമിതി നേതാക്കൾ ആരോഗ്യമന്ത്രിയെ കണ്ടത്. മെഡിക്കൽ കോളേജ് പ്രവൃത്തിയുടെ ഭാഗമായി പ്രത്യേക യോഗം വിളിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അക്കാദമിയിൽ ബ്ലോക്കിന്റെയും ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെയും പണി ഉടൻ ആരംഭിക്കുക, നബാർഡ് അനുവദിച്ച 68 കോടി രൂപയുടെ ടെൻഡറിന് അംഗീകാരം നൽകുക, കൺസൾട്ടൻസി ഏജന്റായ കിറ്റ്കോയ്ക്ക് നൽകാനുള്ള അഡ്വാൻസ് തുക ഉടൻ നൽകുക, മെഡിക്കൽ കോളേജിന് ആവശ്യമായ തുക ബജറ്റിൽ ഉൾക്കൊള്ളിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. ഇവയെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ആശങ്കകൾ നീക്കിക്കൊണ്ടിരുന്നാൽ മെഡിക്കൽ കോളേജ് ആവില്ലല്ലോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കടലാടിപ്പാറ ഖനനത്തിന് അനുമതി ലഭിച്ചുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്നത്. അല്ലെങ്കിലും വൻകിടക്കാരോട് കളിക്കാൻ നമ്മൾ ആരാ, അല്ലേ? കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറയിൽ ബോക്സൈറ്റ് ഖനനത്തിന് മുംബൈ ആസ്ഥാനമായ ആശാപുര കമ്പനിക്ക് അനുമതി നൽകുന്നത് 2003-ലെ UDF സർക്കാരാണ്. ബോക്സൈറ്റ് ഖനനത്തിന് അനുമതി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ UDF സർക്കാരിന്റെ പ്രാഥമികാനുമതിയുടെ അടിസ്ഥാനത്തിൽ ആശാപുര കമ്പനി കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് മറ്റു നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. 2007 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ ഏപ്രിലിൽ ഖനന നടപടികൾ ആരംഭിച്ചു. ജനവാസ കേന്ദ്രമായ കടലാടിപ്പാറയിൽ ഖനനം നടത്തുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കി. തുടർന്ന് ആശങ്ക ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് വഴിതെളിയിച്ചു. ദിവസങ്ങൾ നീണ്ടുനിന്ന സമര പരിപാടികൾ പ്രദേശത്ത് നടന്നു. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. പഠിച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ ടെക്നിക്കൽ കമ്മിറ്റിയും നിയോഗിച്ചു. 2007 ആഗസ്റ്റ് മുതൽ 2008 മാർച്ച് വരെയുള്ള കാലയളവിൽ ഈ കമ്മിറ്റി 3 സിറ്റിംഗ് നടത്തി തെളിവെടുത്തു. കമ്പനിയുടെ റിപ്പോർട്ട് തങ്ങൾക്ക് അനുകൂലമാകില്ലെന്നു കണ്ട ആശാപുര കമ്പനി 2008 ജനുവരിയിൽ ഖനനം നിർത്തി ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടു. LDF സർക്കാരിന്റെ 3 വർഷവും ഖനനം നടത്താനുള്ള നീക്കമുണ്ടായില്ല. UDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിനുശേഷം അനുമതിക്കായി കമ്പനി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും നടന്നില്ല. അനുമതി നൽകരുതെന്നും P. കരുണാകരൻ MP കേന്ദ്ര സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ഖനനം നിർത്തി 8 വർഷം പിന്നിടുമ്പോഴാണ് LDF ഭരണത്തിൽ ഖനനത്തിന് അനുമതി ലഭിക്കാൻ സാധ്യതയെന്ന് ആശാപുര കമ്പനി ജനറൽ മാനേജർ സന്തോഷ് മേനോൻ വെളിപ്പെടുത്തിയത്. ഖനനത്തിന് അനുമതി തേടി മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും സന്ദർശിച്ചെന്നും സന്തോഷ് മേനോൻ പറഞ്ഞു. വെളിപ്പെടുത്തലിനെതിരെ കരിന്തളത്ത് പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട്. കടലാടിപ്പാറ സംരക്ഷണ സമിതിയും ഖനന സംബന്ധമായ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പഞ്ചായത്തിൽ രൂപീകരിച്ച സർവകക്ഷി ജനകീയ സമിതിയും ഇതിനെതിരെ രംഗത്തു വന്നിരിക്കുകയാണ്. സോളാർ വൈദ്യുത പദ്ധതിക്കായി കടലാടിപ്പാറയിൽ 68 ഹെക്ടർ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരം വെളിപ്പെടുത്തൽ. 2 ഘട്ടങ്ങളിലായി നടന്ന ജനകീയ സമരത്തിൽ 2ാം ഘട്ടത്തിൽ CPM നടത്തിയ സമരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ പങ്കെടുത്തിരുന്നു. സമരത്തിൽ പങ്കെടുത്ത നേതാവ് എങ്ങനെയാണ് ഖനനത്തിന് അനുമതി നൽകുക എന്നതാണ് ജനങ്ങളുടെ ആരോപണം. അതുകൊണ്ടുതന്നെ ആശാപുര കമ്പനി ഉയർത്തുന്ന വെളിപ്പെടുത്തൽ അഭ്യൂഹം മാത്രമാണെന്നാണ് പ്രാദേശിക നേതാക്കളുടെ വാദം. എന്ത് പ്രതിഷേധമുണ്ടായാലും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അതാണല്ലോ അധികാരി നടപ്പ്. ദാരിദ്ര്യത്തിന് പ്രതിഭയെ ഇല്ലാതാക്കാനാവില്ല. ജയിക്കണമെന്ന വാശിയുണ്ടെങ്കിൽ എത്തേണ്ട ദിക്കിൽ എത്തുക തന്നെ ചെയ്യും. അതിന്റെ ഉദാഹരണമാണ് പിലിക്കോട്ടെ രാഹുൽ എന്ന മിടുക്കൻ. ദാരിദ്ര്യത്തെ തോൽപ്പിച്ച അവനിപ്പോൾ സ്വീഡനിൽ പന്ത് തട്ടും. ഇല്ലായ്മകൾക്കിടയിലും പ്രതിഭയുടെ തിളക്കം കൊണ്ട് മുന്നേറുകയാണ് രാഹുൽ എന്ന 17-കാരൻ. സ്വീഡനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗോത്തിയ കപ്പ് ഫുട്ബോളിലാണ് രാഹുൽ ഇപ്പോൾ കളിക്കുന്നത്. ഡൽഹി ഡൈനാമോസിനു വേണ്ടി ബൂട്ടണിഞ്ഞതാകട്ടെ പ്രശസ്ത ഇറ്റാലിയൻ താരം ജിയാൻ ലൂക്ക സാമ്പ്രാട്ടയുടെ ശിക്ഷണത്തിലും. നിർധന കുടുംബത്തിലാണ് രാഹുൽ. അച്ഛൻ രമേശന് ആശാരിപ്പണിയാണ്.
വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തതിനാൽ തിമിരിമുണ്ടായെന്ന സ്ഥലത്ത് സർക്കാർ മിച്ചഭൂമി നൽകി. ഇവിടെ ഓടുമേഞ്ഞ വീടിൻ്റെ നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുന്നു. ഫുട്ബോൾ എന്നാൽ രാഹുലിന് ജീവനാണ്. 6ാം ക്ലാസ് മുതൽ കേരളത്തിന് വേണ്ടി കളിച്ചു തുടങ്ങി. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ്. ആദ്യമായിട്ട് പിൽക്കോട് സ്കൂളിൽ നിന്നാണ് ആദ്യമായിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി കളിച്ചത്. അവിടുന്ന് പിന്നെ 3 വർഷം ഉദിനൂർ സ്കൂളിൽ പഠിച്ചു. മൊത്തം ഇപ്പം കേരളത്തിന് വേണ്ടിയിട്ട് തന്നെ 7 പ്രാവശ്യം കളിച്ചു. സുബ്രതോ കപ്പിൽ 2 പ്രാവശ്യം കളിച്ചു. അതിലൊരു പ്രാവശ്യം ടീം ക്യാപ്റ്റനായിരുന്നു. ഇപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഡൽഹി ഡൈനാമോസിന് വേണ്ടിയിട്ട് സ്വീഡനിലേക്ക് കളിക്കാൻ പോയിട്ടാണുള്ളത്. വൈസ് ക്യാപ്റ്റൻ കൂടിയാണ്. ഡൽഹിയിൽ നടന്ന സുബ്രതോ കപ്പ് ടൂർണമെന്റിൽ അണ്ടർ 70 വിഭാഗത്തിൽ മികച്ച കളിക്കാരനായിരുന്നു രാഹുൽ. മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസ് HSS ടീം അംഗമായിരുന്നു. അന്ന് ടൂർണമെന്റിൽ കളിച്ച 30 താരങ്ങളെ ഈ വർഷത്തെ ഗോത്തിയ കപ്പ് പരിശീലന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. അതിൽ നിന്നാണ് പ്രതിഭയുടെ തിളക്കത്തിൽ 14-അംഗ ടീമിലേക്ക് രാഹുൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. സ്വീഡനിലേക്കുള്ള യാത്ര തന്നെ ചോദ്യചിഹ്നമായി നിന്നപ്പോൾ കോച്ച് ചിത്രരാജിൻ്റെ നേതൃത്വത്തിലുള്ള എരവിലെ ഫുട്ബോൾ പരിശീലന കേന്ദ്രമാണ് സഹായം നൽകിയത്. പഞ്ചാബിൽ ഈ വർഷം നടന്ന അണ്ടർ 19 ഫുട്ബോളിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ചെറുപ്പം മുതലേ അവൻ നല്ല സ്പോർട്സ് പരമായിട്ട് നല്ല കളിക്കാൻ നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. ആ രീതിയിൽ തന്നെ അവൻ്റെ ഒരു താല്പര്യം അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അവനെ കളിക്കാൻ വേണ്ടി വിട്ടു. അതുപോലെ നമ്മൾ ആ കഷ്ടപ്പാടും അവനെ അതുപോലെ വിട്ടതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഉണ്ടായി. ചെറുപ്പം മുതൽ പന്ത് തട്ടി തുടങ്ങിയ രാഹുലിലെ ഫുട്ബോൾ പ്രതിഭയെ കണ്ടെത്തിയത് കോച്ച് KV ഗോപാലൻ മാസ്റ്ററായിരുന്നു. തുടർന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ പരിശീലകനായ K ചിത്രരാജിൻ്റെ എരവിൽ കോച്ചിംഗ് സെൻ്ററിലായിരുന്നു പരിശീലനം. രാഹുൽ ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ അഭിമാന താരമാകുമെന്നത് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ നിത്യജീവിതത്തിന് തന്നെ വക കണ്ടെത്താൻ പാടുപെടുന്ന നിർധന കുടുംബത്തിന് എന്തു ചെയ്യാനാകും? ഇല്ലായ്മയെ കുറ്റപ്പെടുത്തി ഒതുങ്ങിക്കൂടുന്നവരൊക്കെ ഈ മിടുക്കനെ കണ്ടുപഠിക്കട്ടെ. മിടുക്കരായ പോലീസുകാരുണ്ടായിട്ട് കാര്യമില്ല, അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യവും സൗകര്യവും ഉണ്ടാവണം. ചന്ദേര സ്റ്റേഷനിലെ പോലീസുകാർക്ക് വണ്ടിയെ തള്ളാൻ മാത്രമേ സമയമുള്ളൂ. തൃക്കരിപ്പൂരിൽ IS പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാജ്യമാകെ ചർച്ച നടക്കുമ്പോഴും ഇക്കാര്യത്തിൽ കേസ് പ്രാഥമികമായി രജിസ്റ്റർ ചെയ്യേണ്ടത് ചന്ദേര സ്റ്റേഷനിലാണ്. കുറച്ചുനാളായി വിവിധ ഭാഗങ്ങളിലേക്ക് നിർത്താതെ വാഹനത്തിൽ ചുറ്റിത്തിരിക്കുകയാണ് ഇവർ. ഇത്രയും വലിയ വിഷയം സ്റ്റേഷന്റെ പരിധിയിൽ നടക്കുമ്പോൾ ഇവിടങ്ങളിലെത്തി വിവരങ്ങൾ ശേഖരിക്കാൻ പ്രവർത്തനക്ഷമമായ വാഹനം ചന്ദേര സ്റ്റേഷനിലില്ല. തുരുമ്പെടുത്ത് കണ്ടം ചെയ്യാറായ വാഹനങ്ങളിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഞ്ചാരം. പുതിയ വാഹനങ്ങളില്ലെന്ന് മാത്രമല്ല, ഉള്ളവ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയാത്തവയുമാണ്. ചന്ദേര സ്റ്റേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന അല്പം മെച്ചപ്പെട്ട വാഹനം 3 ദിവസം മുമ്പ് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വർഷങ്ങളോളം ഓടിച്ചിരുന്ന ടാറ്റ സുമോ ജീപ്പാണ് തിരിച്ച് സ്റ്റേഷനിലേക്ക് നൽകിയത്. കൊണ്ടുവന്ന അന്നു തന്നെ ഇതിൻ്റെ ടയർ പൊട്ടി. ഇപ്പോൾ സ്റ്റെപ്പിന് പോലും ഇല്ലാതെയാണ് വണ്ടി ഓടുന്നത്. മറ്റൊരു ജീപ്പാകട്ടെ കണ്ടം ചെയ്യാറായി. ഇതിൽ ഒരുവിധ അറ്റകുറ്റപ്പണി നടത്തേണ്ടതില്ലെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശവുമുണ്ട്. പലപ്പോഴും പകൽ നേരത്ത് ജീപ്പ് ഓഫാക്കി ഇടാറില്ല. ബാറ്ററി തകരാറായത് കാരണം തള്ളി വേണം സ്റ്റാർട്ടാക്കാൻ. തുരുമ്പെടുത്ത് പലയിടങ്ങളിലും പൊട്ടിത്തകർന്ന ഈ വാഹനങ്ങളിലാണ് പ്രമാദമായ കേസന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ വിവിധയിടങ്ങളിലേക്ക് പോകുന്നത്. ജില്ലയിൽ മഞ്ചേശ്വരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റേഷൻ പരിധിയുള്ള സ്റ്റേഷനാണ് ചന്ദേര. ഇവിടെ പുതിയ വാഹനം ലഭിച്ചിട്ട് വർഷങ്ങളായി. അതിനിടെ ഒരു ദിവസം ഒരു വാഹനം മാത്രം കഷ്ടിച്ചാവശ്യമുള്ള കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിൽ അടുത്തിടെ എത്തിയത് 3 പുതിയ വാഹനങ്ങളാണ്. തള്ളു 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 തല്ലിപ്പൊളി വണ്ടി എന്ന് പണ്ട് കവി പാടിയത് ചന്ദേര സ്റ്റേഷനെ ഓർത്തായിരിക്കും അല്ലേ? വീക്ക്ലി ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.